ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. UDF ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? LDF സ്ഥാനാർത്ഥി ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവര് പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് UDF ആരെയും കാത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിനെന്തോ പിന്നെ സംശയം? എവിടെ നിന്ന് ആരോ കിട്ടുന്നതാണ്? UDF എന്നോ കോൺഗ്രസ് എന്നോ? അപ്പോൾ അവർക്ക് ആശങ്കയുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പച്ച മലയാളമല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട്. ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ CPIയും ഇടതുപക്ഷ ജനാധിപത്യത്തിനും കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ മലയാളം? ഞങ്ങളങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾക്ക് കാൻഡിഡേറ്റിന് ഒരു ക്ഷാമമില്ല. ആയിരിക്കും അവിടെ കാൻഡിഡേറ്റ് ക്ഷാമം? CPIഎമ്മിൻ്റെ എത്ര ജനകീയ അംഗീകാരം നേടിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുണ്ട്, നിലമ്പൂർ ഉൾപ്പെടെ, മലപ്പുറത്ത്. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. അതിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അനിവാര്യമായിട്ട് ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതാണ് ജയിക്കും. നിലമ്പൂര് അടുത്ത തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നിലനിർത്തും. ഞങ്ങളുടെ സീറ്റ് സ്വതന്ത്ര സീറ്റാണല്ലോ, അത് ഞങ്ങൾ നിലനിർത്തുന്നത്. എന്നാൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഞങ്ങൾ തന്നെ, ഞാൻ 1.5 മാസം അവിടെ തന്നെ പ്രവർത്തിച്ചതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അറിയോ ആരാന്ന്? നിലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ഹ്രസ്വമാണ് ചരിത്രബോധം, ആര്യാടൻ. പിന്നെന്താ അത് പറയാതെ? വേണ്ട. ആര്യാടൻ മത്സരിച്ചപ്പോഴും ഞങ്ങളവിടെ ജയിപ്പിച്ചതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടനെ ജയിപ്പിച്ച മണ്ഡലം അത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ തോറ്റിട്ടുണ്ട്. അവർ മുൻ കോൺഗ്രസ്സല്ലല്ലോ അന്നേരം, കോൺഗ്രസ് തന്നെയല്ലേ, ആന്റണി കോൺഗ്രസ് അല്ലേ? നായനാർ പറയുന്ന പോലെ കുന്നാംകുളം എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നല്ല രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിക്കും. വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ടെന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അൻവർ പ്രത്യേകമായ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ അവിടെ പ്രത്യേകം നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കതിലൊന്നും ഒരു ഉത്കണ്ഠയുമില്ല. അൻവർ ഇല്ലാതെ UDF ആണ്. അയാളിപ്പോൾ UDF അല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ നമ്മളെ കൂട്ടി പിടിക്കുന്നത്? അൻവർ ഇല്ലാതെ UDF ആണല്ലോ ഉണ്ടാകാൻ പോകുന്നത്. അയാളല്ലേ തൃണമൂൽ കോൺഗ്രസിൻ്റെ സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു എന്ന് അദ്ദേഹമല്ലേ അവിടെ വിശദീകരിച്ച് നിലമ്പൂർ. അതല്ല അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ്.
അതായത് അൻവറിന് പറ്റുന്ന സ്ഥാനാർത്ഥി ആരാവണം എന്നും UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള തർക്കത്തിൽ അവർ തമ്മിലുള്ള തർക്കമാണ്. മാത്രമല്ല അവർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ തർക്കം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ എല്ലാം നിങ്ങൾ എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിലയിരുത്തലാവുമോ എന്ന് എത്ര പ്രാവശ്യമായി വിലയിരുത്തുന്നു? എന്തൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തലാവേണ്ട എന്ത് കാര്യമാണ്? ഇനി ആ ഒറ്റ കൊല്ലേ ഉള്ളൂ. ഇനി അതിനെ വിലയിരുത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം നിർവഹിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്വതന്ത്രനാണ് മത്സരിച്ച് ജയിച്ചിരുന്നത്. ഞങ്ങൾ പിന്തുണയുണ്ടായിരുന്നു. ആ സ്വതന്ത്രം കാലുമാറി. ആ കാലുമാറിയ സ്വതന്ത്രൻ ഉൾപ്പെടെ ചേർന്ന് UDFകാരാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നത്. അതിൽ അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട്, വലിയ സംഘർഷമുണ്ട്. ആ സംഘർഷം എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായും അതുപോലെ വോട്ടായിട്ടും ഒക്കെ മാറാൻ പോകുന്നത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതല്ല. വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് അനുഭവിക്കാം. വിലയിരുത്തൽ അതേ നേരത്തെ ചോദിച്ചത് എന്ത് അല്ലെങ്കിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. 3ാം ടേമിലേക്ക് പോവല്ലേ, പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി വിലയിരുത്തി നടക്കുന്നത്? കേരളം മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞു. ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ 2ാം ടേം കഴിഞ്ഞ് 3ാം ടേമിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ യാത്ര. അതിന് അവിടെ മാത്രം നോക്കിയിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.